മലയാളത്തിന്റെ മുഖശ്രീ നമ്മുടെ ശ്രീവിദ്യ ഓർമ്മയായിട്ട് 19 വർഷം പിന്നിട്ടിരിക്കുന്നു. 1969 പുറത്തിറങ്ങിയ ചട്ടമ്പി കവല എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച ശ്രീവിദ്യ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും സജീവമായിരുന്നു. ശ്രീവിദ്യ പേരുപോലെ തന്നെ മലയാളത്തിന്റെ ശ്രീയായി നിറഞ്ഞ പതിറ്റാണ്ടുകളായിരുന്നു. ജന്മം കൊണ്ട് മാതൃഭാഷ തമിഴാണെങ്കിലും മലയാളിയേക്കാൾ നന്നായി മലയാളത്തെ സ്നേഹിച്ച ജീവിതമാണ്. നഷ്ടങ്ങളും വേദനകളും കണ്ണുനീരും നോവുകളും മാത്രമായിരുന്നു ആ ജീവിതത്തിൽ ഉടനീളം അവരെ പിന്തുടർന്നത്. പക്ഷെ അവിടെയൊന്നും തളരാതെ മുന്നേറിയ ആ കലാകാരി ശിവാജി ഗണേശനൊപ്പം തിരുവരുൾ ശെൽവനിലൂടെ അരങ്ങേറ്റം കുറിച്ചു. കുമാരസംഭവത്തിൽ ഒരു നൃത്തരംഗത്തിലൂടെയാണ് മലയാളത്തിലേക്ക് എത്തിയത്. ചട്ടമ്പി കവലയിലൂടെ നായികയായി, പിന്നീട് പല ഭാഷകളിലായി 800-ലേറെ ചിത്രങ്ങൾ. ഗായികയായും നർത്തകിയായും സകല ഐശ്വര്യങ്ങളും നിറഞ്ഞൊരു കലാകാരിയായി ശ്രീവിദ്യ വെള്ളിത്തിരയിൽ ജീവിച്ചു. സിനിമ അവർക്കൊരു മരുന്നായിരുന്നു. മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം 3 തവണ, മികച്ച സഹനടിക്കുള്ള പുരസ്കാരം 2 തവണ. ശ്രീവിദ്യയുടെ സൗന്ദര്യത്തിന് പിന്നാലെ പ്രണയവുമായി നടന്നവരേറെയാണ്. പക്ഷേ ശ്രീവിദ്യ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും സ്നേഹിച്ചത് കമൽഹാസനെയാണ്. പക്ഷേ ആ പ്രണയവും വിദ്യയ്ക്ക് ശ്രീയായില്ല. ഒരുമിച്ചൊരു ജീവിതം കൊതിച്ച മനുഷ്യനൊപ്പം മരണക്കിടക്കയിൽ അല്പം നേരം ചേർന്നിരിക്കാനായിരുന്നു വിധി. സ്നേഹിച്ചവരെല്ലാം നിരാശ സമ്മാനിച്ചപ്പോഴും വിശ്വസിച്ചവരെല്ലാം ചതിച്ചപ്പോഴും സ്വത്ത് മാത്രം ലക്ഷ്യമിട്ട് വന്നവരെയും തിരിച്ചറിയാൻ അവർക്ക് കഴിയാതെ പോയി. അങ്ങനെയുള്ളവരോടെന്ന പോലെ ഒരു പാട്ടും അവർ മലയാളത്തിൽ പാടിയിട്ടുണ്ട്. ഒരു കുഞ്ഞു വേണമെന്നായിരുന്നു മോഹം. അത് നടക്കാതെ വന്നപ്പോൾ സംഗീതവും നൃത്തവും ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കായി തന്റെ സമ്പാദ്യം ട്രസ്റ്റിനായി നീക്കിവെച്ച മനസ്സ്. എല്ലാ നഷ്ടങ്ങളിലും ആശ്രയമായിരുന്ന അമ്മയെ കവർന്ന ക്യാൻസർ ഒടുവിൽ ശ്രീവിദ്യയും തേടിയെത്തി. മാരകവേദനയ്ക്ക് ഒരാശ്വാസമാകുന്ന മരുന്നിനുള്ള പണത്തിനായി പോലും ആ ട്രസ്റ്റ് കനിഞ്ഞില്ല എന്നതും കാലം സാക്ഷി. ആഗ്രഹിച്ചതൊന്നുമാകാതെ ആഗ്രഹിക്കാത്തതെല്ലാമായി പോയ ഒരു ജീവിതം. വേദന മാത്രം തന്ന ജീവിതത്തോട് വിട പറഞ്ഞിട്ട് 2 പതിറ്റാണ്ടിനോടടുക്കുമ്പോഴും ആ നോവുകൾക്കിടയിലും അനശ്വരമാക്കിയ വേഷങ്ങളിലൂടെ ശ്രീവിദ്യ ഇന്നും ജീവിക്കുന്നു. ജീവിത സൗകര്യങ്ങളെല്ലാം ഒരുക്കി കാത്തിരിക്കുമ്പോഴാണ് വിധിയുടെ ക്രൂരത വെള്ളിടി പോലെ അവരിൽ വന്ന് ഭവിച്ചത്. താനൊരു ക്യാൻസർ രോഗിയാണെന്ന സത്യം അവരെ വല്ലാതെ തളർത്തി കളഞ്ഞു. ജീവിതം കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും മനസ്സിന് മാത്രമല്ല ശരീരത്തിലും രൂപത്തിലും പ്രകടമായ മാറ്റം വന്നു. അതീവ സുന്ദരിയായിരുന്ന ശ്രീവിദ്യാമ്മയുടെ ചുരുണ്ട കാർകൂന്തൽ കൊഴിഞ്ഞുപോയി. കണ്ണുകളിലെ തിളക്കവും ചേതനയും നഷ്ടപ്പെട്ടു. വശ്യമായ ചിരിയോട് സംസാരിച്ചിരുന്ന ആ മുഖം കാർമേഘം പോലെ ഇരുണ്ട് ദുഃഖം തളം കെട്ടി നിൽക്കുകയായിരുന്നു. വീർത്ത വയറുമായി വേദന സഹിക്കാനാകാതെ മരണവും കാത്തു കിടക്കുന്ന വിദ്യാമ്മയെക്കുറിച്ച് അന്ന് പലരും പറഞ്ഞപ്പോൾ കണ്ണുകൾ ഈറനണിയാതെ മനസാക്ഷിയുള്ളവർക്ക് കേട്ടിരിക്കാൻ കഴിയില്ല. ഇനി താൻ അധികനാളില്ലെന്ന് മനസ്സിലാക്കിയ ശ്രീവിദ്യ കോടിക്കണക്കിനുള്ള തന്റെ സ്വത്തുക്കൾ വിശ്വസ്തനായ ഒരാളെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുന്നു. അതിനായി അവർ ഏറ്റവും വിശ്വസ്തനെ തിരഞ്ഞെടുത്തത് മുൻ മന്ത്രി ഗണേഷ് കുമാറിനെയായിരുന്നു. അതിലും വിദ്യാമ്മയുടെ കണക്കുകൂട്ടലുകൾ പാളിയെന്ന് പറയാതെ വയ്യ. തന്റെ സമ്പാദ്യങ്ങളെല്ലാം ഉപയോഗിച്ച് ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് നിർധനരായ വിദ്യാർത്ഥികളെ നൃത്തം അഭ്യസിക്കാനുള്ള ഒരു നൃത്ത വിദ്യാലയം തുടങ്ങണമെന്നുള്ള പാവപ്പെട്ട പലരെയും സഹായിക്കണമെന്നും ഊന്നിപ്പറഞ്ഞ് ഒരു വിൽപത്രമുണ്ടാക്കി അത് ഗണേഷ് കുമാറിനെ ഏൽപ്പിച്ചു. വിദ്യാമ്മയുടെ മരണശേഷം അവരുടെ സഹോദരനും ബന്ധുക്കളും ചേർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ താനെല്ലാം സർക്കാരിനെ ഏൽപ്പിച്ച് പിന്തിരിഞ്ഞു എന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞത്.